മുകളിൽ കാണാൻ സാധിക്കും ക്വിക്ക് ട്രാൻസ്ഫർ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇൻജാസ് വാലറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരും. നിങ്ങൾക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് ലോഗിൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. എൻ്റെ വാലറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ടാപ്പ് ടു ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറിയൊക്കെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഏത് ബാങ്കിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ബോക്സ് ഓപ്പൺ ആയി വരും. ഏറ്റവും മുകളിലായി എമൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ 900 റിയാൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സൗദി റിയലായിട്ടും ഇന്ത്യൻ റുപ്പിയായിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും.